ഹയർ സെക്കൻഡറി കെമിസ്ട്രി ഫസ്റ്റ് യൂണിറ്റ് സോളിഡ് സ്റ്റേറ്റിൻ്റെ 4ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റ്: കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് ഇൻ യൂണിറ്റ് സെൽ ഡയമെൻഷൻസ് ആൻഡ് ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റൽസ്. ഇതിലാദ്യത്തേത് കാൽക്കുലേഷൻസ്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ക്രിസ്റ്റൽ അതിലെത്ര ആറ്റംസ് ഉണ്ട്, ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്സ് വി ക്യാൻ മെഷർ ദ എഡ്ജ് ലെങ്ത് ഓഫ് എ യൂണിറ്റ് സെൽ. എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് മെഷർ ചെയ്യാം. യൂണിറ്റ് സെൽ എഡ്ജ് ലെങ്ത് യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്നത് മാസ് ബൈ വോളിയമാണ്, അല്ലെങ്കിൽ മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഡെൻസിറ്റി കിട്ടുന്നത്. സോ യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ് സെല്ലിൻ്റെ മാസ് അറിയാമെങ്കിൽ, അതുപോലെ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഡെൻസിറ്റി ഓഫ് ദ യൂണിറ്റ് സെൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ യൂണിറ്റ് സെല്ലിൽ എത്ര കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ ആ നമ്പറിനെ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഈക്വൽ ടു Z into M. And what is Z? That gives the effective number of atoms in that unit cell. And what is that small m? It is mass of the atom. എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത്? We know atomic number or atomic mass and Avogadro number. So mass of an atom is equal to atomic mass divided by Avogadro number. അറ്റോമിക് മാസ് നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ M വെച്ചിട്ടാണ് എഴുതുന്നത്, അല്ലേ? അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൻസിറ്റിയുടെ റിലേഷനിലെ ന്യൂമറേറ്റർ എങ്ങനെയായി? Z ഇൻറ്റു സ്മോൾ എമ്മിന് പകരം നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം? Z ഇൻറ്റു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ N. ഇനി ഡിനോമിനേറ്ററിലെ വോളിയം നമുക്ക് എഴുതണം, അല്ലേ? എങ്ങനെയാണ് വോളിയം എഴുതുന്നത്? നമ്മുടെ യൂണിറ്റ് സെൽ ഒരു ക്യൂബാണ്. ക്യൂബിൻ്റെ വോളിയം എഡ്ജ് ലെങ്തിൻ്റെ ക്യൂബ്, അല്ലേ? എഡ്ജ് ലെങ്ത് ഏത് ലെറ്റർ? സ്മോൾ ലെറ്റർ A. So volume is A cube. Hence, density of the unit cell equals Zm by A cube Na. That much gram per cc if the edge length is measured in centimeter. Okay. Once again, എങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്? മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കി ഓരോ ആറ്റത്തിൻ്റെ മാസിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയമായ A ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. Zm by A cube Na, where Z is the number of atom present in the unit cell and M atomic mass, A cube A edge length, so A cube volume and Na Avogadro number. അടുത്തതായിട്ട് നമുക്കിന്ന് പഠിക്കേണ്ടത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. നമ്മുടെ ഫസ്റ്റ് ഡേ മുതലേ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇൻ ക്രിസ്റ്റൽസ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിപ്പീറ്റഡ് റെഗുലർ പാറ്റേൺ. ഇപ്പോൾ 3 ഡയമെൻഷണൽ പാറ്റേൺ എന്ന് പറഞ്ഞത് ഒരു പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്.
ഇങ്ങനെയുള്ള ഈ പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് അതിലുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെ ആ പാറ്റേണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് ഒരു ഐഡിയൽ കണ്ടീഷനാണ്. പക്ഷേ നാച്ചുറലി ഒക്കറിങ് ക്രിസ്റ്റൽസ് എല്ലാം എപ്പോഴും പെർഫെക്റ്റ് അല്ല. അങ്ങനെയുള്ള ആ ക്രിസ്റ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീവിയേഷൻസിനെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന ഇംപെർഫെക്ഷൻസ്. So how we can define imperfections in solids? So any deviation from the perfectly ordered arrangement of constituent particles in a crystal is termed as imperfection. ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡിഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയും. ഒന്നും കൂടെ വായിച്ചു നോക്കാം. What is that? Imperfection in solid? Any deviation from the perfectly ordered arrangement of atoms, ions or molecules in a crystal. ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഒരു ക്രിസ്റ്റലിൽ ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്? ഓർ വാട്ട് ആർ ദ മേജർ ഡിഫക്ട്സ് ഇൻ എ ക്രിസ്റ്റൽ? The defects in a crystal is classified into two. ഒരു ക്രിസ്റ്റലിലെ ഡിഫക്റ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ രണ്ട് ടേം പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. എന്തൊക്കെയാണ്? പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. സോ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ അറേഞ്ച്മെൻറ്റിൽ ഒരു പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു പോയിന്റിന് എറൗണ്ടായിട്ടാണ് ആ ക്രിസ്റ്റലിൽ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് പോയിന്റ് ഡിഫക്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിനെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ആ പാർട്ടിക്കിളിന് എറൗണ്ടായിട്ടാണ് ആ ക്രിസ്റ്റലിൽ ഡിഫക്റ്റ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? പോയിന്റ് ഡിഫക്റ്റ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? ലൈൻ ഡിഫക്റ്റ്. ആ ലൈൻ ഡിഫക്റ്റിനും നമുക്ക് ഈ പിക്ചറിൽ മനസ്സിലാവുന്നുണ്ട്. പാർട്ടിക്കിൾസിനെ ഇങ്ങനെ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ലെയേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതിലൊരു റോ, ഏതെങ്കിലും ഒരു റോയിലാണ് ഡിഫക്റ്റ് എങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കാൻ പോകുന്നത്? ലൈൻ ഡിഫക്റ്റ്. രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റ്. ഫസ്റ്റ് വൺ എന്താ വായിച്ച് നോക്കിക്കേ. പോയിന്റ് ഡിഫക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ irregularities or deviations from the ideal arrangement of the crystal. ആ ക്രിസ്റ്റലിൻ്റെ ഐഡിയൽ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ്, അതിനെയാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അറൗണ്ട് ദ പോയിന്റ് ഇൻ എ ലാറ്റിസ്. ഇനി രണ്ടാമത്തേതോ ലൈൻ ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞതും ഇറഗുലാരിറ്റി തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് വ്യത്യാസം? ഡീവിയേഷൻ ഓഫ് ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ എൻറ്റയർ റോ. ആ ഒരു റോയിൽ കംപ്ലീറ്റും അറേഞ്ച്മെൻറ്റിൽ ഡീവിയേഷൻ വന്നു അല്ലെങ്കിൽ ഇറഗുലാരിറ്റി വന്നു. അതിനെയാണ് എന്ത് വിളിച്ചത്? ലൈൻ ഡിഫക്റ്റ്. ആ പിക്ചറിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ബട്ട് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൺലി അബൌട്ട് ദ പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ് ആർ ഓഫ് 3 types: stoichiometric defect, impurity defect and non-stoichiometric defect. ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ സ്റ്റോയിക്യോമെട്രിക് ഡിഫക്റ്റ്. നമുക്കറിയാം ഓരോ സബ്സ്റ്റൻസിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ അതിനൊരു മോളിക്കുലർ ഫോർമുലയുണ്ട് അല്ലേ. ആ മോളിക്കുലർ ഫോർമുലയിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഏത് പ്രപ്പോർഷനിലാണ് ആ കോമ്പൗണ്ടിൽ എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ എലിമെൻറ്റ്സിനെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് അതേ ആ ഓർഡർ എങ്ങനെയാണെന്ന് ഈ മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് മനസ്സിലാവും. ആ റേഷ്യോ, അങ്ങനെ ആ റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ കോമ്പൗണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്റ്റോയിക്യോമെട്രിക് കോമ്പൗണ്ട്. ആ മോളിക്കുലർ ഫോർമുലയിൽ തന്നിരിക്കുന്ന അതേ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ദിസ് ഈസ് എ ഡിഫക്റ്റ് ഇൻ വിച്ച് ദ റേഷ്യോ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് which are represented in the molecular formula which is not disturbed in that defect, then it is stoichiometric defect. So please read this. Stoichiometric defect when the ratio of the number of cations and anions, that is stoichiometry or stoichiometry, is not disturbed in that compound, then that kind of defect is stoichiometric defect or stoichiometric defect. രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ ആ രണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ ഈ ഡിഫക്റ്റിൽ ഇത് ഒരു ഡിഫക്റ്റഡ് ക്രിസ്റ്റൽ ആണെങ്കിലും അതിലെന്ത് ഡിസ്റ്റർബ് ആവുന്നില്ല? റേഷ്യോ ഓഫ് കാറ്റയോൺസ് ടു ആനിയോൺസ് ഡിസ്റ്റർബ് ആകുന്നില്ല. ഈ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സിനെ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നും പറയാറുണ്ട്. സോ രണ്ട് ടേമും കൂടി ഉണ്ട് അതിനെ പറയാനായിട്ട്. എന്തൊക്കെയാണ്? തെർമോഡൈനാമിക് ഡിഫക്റ്റ് ഓർ ഇൻട്രിൻസിക് ഡിഫക്റ്റ്. ഈ സ്റ്റോയിക്യോമെട്രിക് ഡിഫക്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഫസ്റ്റ് വൺ, വേക്കൻസി ഡിഫക്റ്റ്. ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ചില പ്ലേസസ് വേക്കൻ്റ് ആയിരിക്കും അല്ലേ? നോക്കാം ആ പിക്ചറിൽ. ആ പിക്ചറിൽ പെർഫെക്റ്റ് ആയിട്ട് ഓർഡേഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ് അല്ലേ? പക്ഷെ അതിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ആ ഗ്യാപ്പിൽ ഉണ്ടാവേണ്ട പാർട്ടിക്കിൾ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? അതൊരു ഡിഫക്റ്റാണ്. ഇങ്ങനെയുള്ള ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേക്കൻസി ഡിഫക്റ്റ്. സോ വേക്കൻസി ഡിഫക്റ്റ് is due to the missing of certain particles from that lattice. അല്ലേ? Some of the lattice points are vacant, then the crystal is a vacancy defected crystal or it is having vacancy defect. ഒന്നുകൂടെ നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ട്? ആ പിക്ചറിൽ പാർട്ടിക്കിളിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചിരുന്നു ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്താണ്? ആ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഉണ്ടോ? കാണിച്ചിട്ടുണ്ടോ പിക്ചറിൽ? ഇല്ല. എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു പാർട്ടിക്കിൾ മിസ്സിങ് ആണ്. ഇങ്ങനെ മിസ്സിങ് ആയതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിച്ചത്? ഒരു ഡിഫക്റ്റഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതൊരു ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. എന്ത് ഡിഫക്റ്റ്? വേക്കൻസി ഡിഫക്റ്റ്. ഇനി സെക്കൻഡ് പിക്ചറിൽ, അടുത്ത പിക്ചറിൽ നോക്കിക്കേ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാർട്ടിക്കിൾസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ അറേഞ്ച്മെൻറ്റിന് ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും അല്ലേ? ആ സ്പേസിലാണ് ചില പാർട്ടിക്കിൾ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ രണ്ട് തരം ഡിഫക്റ്റ്, വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. നമ്മൾ പറഞ്ഞ ഈ വേക്കൻസി ഡിഫക്റ്റിൽ പാർട്ടിക്കിൾ മിസ്സിങ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ മാസിന് വേണമെങ്കിൽ വേരിയേഷൻ വരാം. സോ ഡെൻസിറ്റിക്കും വേരിയേഷൻ വരാം. സെക്കൻഡ് കേസിലും അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ചിലപ്പോൾ എക്സ്ട്രാ പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഡിഫക്റ്റഡ് ക്രിസ്റ്റൽസ് ആണ്. രണ്ട് തരം ഡിഫക്റ്റ് പറഞ്ഞു, വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ്. ദീസ് ടു കൈൻഡ് ഓഫ് ഡിഫക്ട്സ് ഈ പിക്ചറിൽ ഇതിനെ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് രണ്ടും കൂടി ഞാൻ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തതിൽ വേക്കൻ്റ് ആണ്, രണ്ടാമത്തതിൽ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റിന് ഇടയ്ക്കുള്ള രണ്ട് എക്സ്ട്രാ പ്ലേസിൽ പാർട്ടിക്കിൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡിഫക്റ്റുകളും സാധാരണ കാണിക്കുന്നത് നോൺ അയോണിക് സോളിഡ്സ് ആണ്. സോ വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് ആർ യൂഷ്വലി ഷോൺ ബൈ നോൺ അയോണിക് സോളിഡ്സ്. നമുക്കിനി പഠിക്കാനുള്ളത് രണ്ട് തരം ഡിഫക്റ്റ് ആണ് അയോണിക് സോളിഡ്സിൻ്റെ. അയോണിക് സോളിഡ്സിന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഈ ഡിഫക്റ്റുകളെ നമ്മൾ പ്രത്യേകമായ രണ്ട് പേര് കൊടുത്താണ്, രണ്ട് ടേമിലാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഇനി രണ്ട് തരം ഡിഫക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഷോട്ട്കി ഡിഫക്റ്റ്. ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരട്ടെ. നിങ്ങൾ നോക്കിക്കേ, അവിടെ പാർട്ടിക്കിൾസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. വളരെ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഇനി അടുത്ത പിക്ചറിലേക്ക് നോക്കിക്കേ. അവിടെ എന്ത് സംഭവിച്ചു? പാർട്ടിക്കിള് അവിടെ നിന്ന് മാറി പുറത്തോട്ട് മാറ്റി വെച്ചിരിക്കുക അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടോ? ആക്ച്വൽ പ്ലേസിൽ പാർട്ടിക്കിൾ ഉണ്ടോ? ഇല്ല. ആ പാർട്ടിക്കിൾ അവിടെ നിന്ന് മിസ് ചെയ്യുന്നു. എവിടെ നിന്ന് മിസ് ചെയ്തു? ആ അറേഞ്ച്മെൻറ്റിൽ നിന്ന് മിസ് ചെയ്തു. എത്ര പാർട്ടിക്കിൾ മിസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. അവിടെ പോസിറ്റീവ് അയോൺസിനെയും കാണാം, നെഗറ്റീവ് അയോൺസിനെയും കാണാം അല്ലേ? ആ മിസ് ചെയ്തതിൻ്റെ എണ്ണം കൂടെ നോക്കാം. ഈക്വൽ നമ്പറാണ് അല്ലേ? പോസിറ്റീവ് അയോൺ മിസ് ചെയ്തതും നെഗറ്റീവ് അയോൺ മിസ് ചെയ്തതിൻ്റെ നമ്പർ സെയിം ആണ്. സോ നമുക്കിങ്ങനെ ഒരു ഡിഫക്റ്റുള്ള ക്രിസ്റ്റലിനെ വിളിക്കുന്നു ഷോട്ട്കി ഡിഫക്റ്റ്. ഷോട്ട്കി ഡിഫക്റ്റ് ഇതൊരു വേക്കൻസി ഡിഫക്റ്റ് ആണ് അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ട വേക്കൻസി ഡിഫക്റ്റ് പോലെയല്ലേ? പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യേണ്ട പൊസിഷനിൽ അതില്ല, അവിടെ വേക്കൻ്റ് ആണ്. അത് അതിൽ നിന്നും മിസ് ചെയ്തു. ഈക്വൽ നമ്പർ മിസ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇങ്ങനെ പാർട്ടിക്കിൾ മിസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഈ ഡിഫക്റ്റിൻ്റെ പേരെന്താണ്? ഷോട്ട്കി ഡിഫക്റ്റ്.
So in Schottky defect, equal number of cations and anions are missing from the lattice. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാറ്റയോൺസ് ആനയോൺസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ക്രിസ്റ്റലിൽ മാസിന് ചേഞ്ച് വരും അല്ലേ? മാസിന് ചേഞ്ച് വന്നാൽ മാസ് ബൈ വോളിയമാണ്. വോളിയത്തിന് ഒരു ചേഞ്ചും ഇല്ല. ചേഞ്ച് വരുമോ? ഇടയ്ക്കുന്നാണല്ലോ നമ്മുടെ പാർട്ടിക്കിൾ മിസ്സായത്. അതുകൊണ്ട് ഈ ഡിഫക്റ്റ് കാരണം ക്രിസ്റ്റലിന് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഹൈ അയോണിക് സോളിഡ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് കാണിക്കുന്നത്. ഈ അയോണിക് സോളിഡിന് ഹൈ കോർഡിനേഷൻ നമ്പറാണ്. കാറ്റയോൺസിനും ആനയോൺസിനും ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. അല്ലെങ്കിൽ കാറ്റയോൺ ആനയോണിന് സൈസിൽ വലിയ ഡിഫറൻസ് ഇല്ല. അതേപോലെയുള്ള ക്രിസ്റ്റൽസ് ആണ് ഈ ഡിഫക്റ്റ് കാണിക്കുന്നത്. സോ എങ്ങനെയാണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്? ആ പെർഫെക്റ്റ്ലി ഓർഡേഡ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അങ്ങനെയാണോ അവിടെ? അല്ല. അവിടുന്ന് അയോൺസ് മിസ് ചെയ്തു. എങ്ങനെ മിസ് ചെയ്തു? എത്ര എണ്ണം മിസ് ചെയ്തിട്ടുണ്ട്? കാറ്റയോൺസ് നമ്മൾ കാണിച്ച പിക്ചറിൽ 4 അയോൺസിനെ കാണിക്കുന്നുണ്ടല്ലേ? 2 കാറ്റയോണും 2 ആനയോണും. നമുക്ക് പറയാം ഈക്വൽ നമ്പറാണ് ആനയോണും കാറ്റയോണും അവിടെ മിസ് ചെയ്തിരിക്കുന്നത്. ആ പെർഫെക്റ്റ്ലി ഓർഡേഡ് അറേഞ്ച്മെൻറ്റിൽ എക്സ്പെക്ട് ചെയ്ത പ്ലേസിൽ ചിലയിടത്ത് കാറ്റയോണില്ല, ചിലയിടത്ത് ആനയോണും ഇല്ല. സോ ദിസ് കൈൻഡ് ഓഫ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് കോമ്പൗണ്ട്സ് ഹാവിങ് ഹൈ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞല്ലേ? അങ്ങനെ കോർഡിനേഷൻ നമ്പർ ഹൈ ആയിട്ടുള്ള അയോണിക് കോമ്പൗണ്ട്സിന് ഓൾമോസ്റ്റ് സിമിലർ അറ്റോമിക് സൈസും ആണെങ്കിൽ ഈ ടൈപ്പ് ഡിഫക്റ്റ് കാണിക്കാം. എക്സാമ്പിൾ AgBr, KCl, NaCl തുടങ്ങിയതൊക്കെ ഈ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലുകൾക്ക് എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ ഡിഫക്റ്റ്. രണ്ടാമത്തെ ഡിഫക്റ്റിൻ്റെ പേര് നോക്കിക്കേ. എന്താണ്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഈ ഫ്രെങ്കൽ ഡിഫക്റ്റിനെ കുറിച്ച് പറയാനും ഞാൻ 2 ക്രിസ്റ്റൽ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ക്രിസ്റ്റലിനെ പിക്ചറിൽ കാണുന്നുണ്ടോ? എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അടുത്തതിലോ ഇത് ഒരു അയോൺ അവിടുന്ന് മിസ് ചെയ്തിട്ട് എങ്ങോട്ട് പോയി? ആ പ്ലേസിൽ ഇല്ല, അവിടെ ഗ്യാപ്പാണ്. അത് എങ്ങോട്ട് പോയിട്ടുണ്ട്? ബാക്കി അയോൺസിനെ ഇങ്ങനെ ക്ലോസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇടയ്ക്കുള്ള സ്പേസിൽ. സോ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് വെൻ അതാ പോയ അയോണിനെ ഒന്നുകൂടെ നോക്കിക്കേ. ഏത് അയോണാണ് പോയത്? ചെറിയ അയോൺ ഏതാ? കാറ്റയോൺ. So this type of defect arises when the cations leave its original site and occupies in the interstitial site. അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ആ അറേഞ്ച്മെൻറ്റ് ഇടയ്ക്കുള്ള സ്പേസിലേക്ക് പോയി. This type of defect is known as Frenkel defect. എന്താണ് അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റ്? ഇവിടെ ഒരു പ്ലേസിൽ നിന്ന് കാറ്റയോൺ മിസ് ചെയ്തു, എന്നിട്ട് അത് എവിടെ ഉണ്ട്? വേറൊരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും കൂടി ചേർന്നതാണ് അല്ലേ? സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. എവിടെയാണ് വേക്കൻസി ആയത്? നമ്മുടെ കാറ്റയോൺ ഒക്കുപ്പൈ ചെയ്യേണ്ട പ്ലേസിലില്ല, അതൊരു വേക്കൻസി. പകരം അത് എവിടെ കാണുന്നുണ്ട്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുണ്ട്, അതുകൊണ്ട് അതൊരു ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ ഫ്രെങ്കൽ ഡിഫക്റ്റ്. This type of defect is shown by ionic compounds having low coordination number. ലോ കോർഡിനേഷൻ നമ്പർ ഉള്ള അയോണിക് കോമ്പൗണ്ട് ആണ് ഈ ടൈപ്പ് ഡിഫക്റ്റ് കാണിക്കുന്നത്. കൂടാതെ there should be difference in size of cations and anions. കാറ്റയോൺസും ആനിയോൺസും തമ്മിൽ സൈസിൽ നല്ല ഡിഫറൻസും ഉണ്ട്. അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് ആണ് ഏത് കാണിക്കുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെ എക്സാമ്പിൾസ്? AgBr, AgCl, ZnS. ഇതൊക്കെ ഇന്ന് ZnS സിങ്ക് സൾഫൈഡ്, എന്താ AgCl സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിങ്ക് സൾഫൈഡ് തുടങ്ങിയതാണ് ഈ ക്രിസ്റ്റലുകൾ ഡിഫക്റ്റ് കാണിക്കുന്ന എക്സാമ്പിൾസ്. നിങ്ങൾ ഈ 2 കേസിലും ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ എന്തെങ്കിലും സിമിലാരിറ്റി ശ്രദ്ധിച്ചോ? എക്സാമ്പിൾസിൽ ഒരേ മോളിക്യൂളിനെ തന്നെ ഞാൻ ആദ്യത്തെ കേസിലും പറഞ്ഞു എക്സാമ്പിളായിട്ട്, രണ്ടാമത്തെ കേസിലും പറഞ്ഞു. സോ നമുക്ക് മനസ്സിലായി അതൊരു ക്രിസ്റ്റല് ഷോട്ട്കി ഡിഫക്റ്റും കാണിക്കും, ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്നുണ്ട്. ഏതാണ് ആ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഏതാണ് ആ എക്സാമ്പിൾ? AgBr സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ടേബിളിൽ എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്.
ആദ്യം നമ്മൾ കണ്ടു പിക്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിരുന്നു ഏതിൻ്റെ ഷോർട്ട് കീ ഡിഫക്റ്റിന്. പിന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അങ്ങനെയെങ്കിൽ ഈ ഡിഫറൻസിനെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഫ്രം ദി ലാറ്റിസ്. അതെവിടെ എഴുതി? ഈക്വൽ നമ്പർ ഫസ്റ്റ് കോളത്തിൽ അല്ലേ? ഫസ്റ്റ് കോളം ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് സിമിലറായിട്ട് അടുത്ത കോളത്തിൽ എന്ത് എഴുതാം? കാറ്റയോൺസ് ലീവ്സ് ദ നോർമൽ സൈറ്റ് ആൻഡ് ഒക്കുപ്പൈസ് ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. എഴുതിയോ? ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? ആദ്യത്തെ ഡിഫറൻസ് ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ് ആർ മിസ്സിംഗ്. ബട്ട് ഇൻ ഫ്രങ്കൽ ഡിഫക്റ്റ് ദ കാറ്റയോൺസ് ലീവ്സ് ഇറ്റ്സ് ഒറിജിനൽ സൈറ്റ്. അതിൻ്റെ ഒറിജിനൽ സൈറ്റ് പോയിട്ട് അത് എവിടെ ഇരിക്കുന്നു? ഒക്കുപ്പൈസ് ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഇനി സെക്കൻഡ് ഡിഫറൻസ്, ഇത് എവിടെയാ കോമൺ നമ്മൾ പറഞ്ഞു? കോമൺ ഇൻ അയോണിക് കോമ്പൗണ്ട് ഹാവിങ് ഹൈ കോർഡിനേഷൻ നമ്പർ. ഏതാ ഹൈ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. അങ്ങനെയെങ്കിൽ അടുത്തതിൽ ഏത് പോയിന്റ് എഴുതാം? യെസ്, അയോണിക് കോമ്പൗണ്ട് ഹാവിങ് ലോ കോർഡിനേഷൻ നമ്പർ. ഡിഫറൻസിൽ മൂന്നാമത്തെ പോയിന്റ് എങ്ങനെ എഴുതാം? കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഹാവിങ് സിമിലർ സൈസ്. എവിടെ? ഫസ്റ്റ് കോളത്തിൽ ഷോർട്ട് കീ ഡിഫക്റ്റിൽ. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിന് എങ്ങനെ എഴുതാം? ഈക്വൽ സൈസ് ആണോ അവിടെ? അല്ല. പിന്നെ ഏതാ വലുത്? ആനിയോൺസ്. അപ്പോൾ നമ്മൾ പറയും ദർ ഇസ് എ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ്. ഇനി നാലാമത്തെ ഡിഫറൻസ്, ഇതിൽ എവിടെയാണ് ഡെൻസിറ്റി വേരിയേഷൻ വരുന്നത്? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? യെസ്, ഫസ്റ്റ് വൺ ഷോർട്ട് കീ ഡിഫക്റ്റ്, ഡിക്രീസ് ഇൻ ഡെൻസിറ്റി. അങ്ങനെ ഫ്രങ്കൽ ഡിഫക്റ്റിലോ നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഇനി നമുക്ക് എക്സാമ്പിൾസും കൂടെ എഴുതിയാൽ നമ്മുടെ ഈ ഡിഫറൻസിൻ്റെ കോളം കംപ്ലീറ്റ് ആവും. രണ്ടിനും എക്സാമ്പിൾസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഫസ്റ്റ് വൺ എക്സാമ്പിൾസ് NaCl, KCl, AgBr. അടുത്ത എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞു? AgBr, AgCl, ZnS. ഓക്കെ, ഇനി നിങ്ങളിതെല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിക്കേ. ഇതെല്ലാം തന്നെയല്ലേ എഴുതിയത്? 4 പോയിന്റ് നമ്മൾ ഡിഫറൻസും കൊടുത്തു, എക്സാമ്പിൾസും കൊടുത്തു. ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ എക്സാമ്പിൾസ് sodium chloride, potassium chloride, silver bromide. Frankel defect in examples silver bromide, silver chloride, zinc sulfide. അല്ലേ? zinc sulfide ZnS. ഇനി നമ്മൾ രണ്ടാമത്തെ ഡിഫക്റ്റിലേക്ക് പോവാണ്. ഏതാ രണ്ടാമത്തത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്തായിരുന്നു? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി നമ്മുടെ ക്രിസ്റ്റലിനിടയിൽ, ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ അതിൻ്റെ അകത്തെ പാർട്ടിക്കിൾ അല്ലാതെ ഏതെങ്കിലും ഒരു ആറ്റം അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇംപ്യൂരിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആറ്റം അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അതിനെ നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയും. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് മനസ്സിലാവാനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പോവാണ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ മെൽറ്റ് ചെയ്ത സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോൺഷ്യം ക്ലോറൈഡ്. സോ ഡ്യൂറിങ് ക്രിസ്റ്റലൈസേഷൻ some strontium ions are there in that crystal. സോഡിയം ക്ലോറൈഡിന് ഒരു പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. സോഡിയവും ക്ലോറിനും ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ സോൾഡിഫൈ ചെയ്ത് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ആ ക്രിസ്റ്റലിനിടയ്ക്ക് ഒരു സ്ട്രോൺഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കിക്കേ. സ്ട്രോൺഷ്യം ആറ്റം ഹാവിങ് വാലൻസി 2, സ്ട്രോൺഷ്യം Sr2+, സോഡിയം പ്ലസ്. അവിടെ സ്ട്രോൺഷ്യം ഒക്കുപ്പൈ ചെയ്തു. നമ്മുടെ ക്രിസ്റ്റലിന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ആ ക്രിസ്റ്റലിനകത്തുനിന്ന് ഒരു സോഡിയം കൂടി എക്സ്ട്രാ അവിടുന്ന് ലീവ് ചെയ്യേണ്ടി വന്നു അല്ലേ? അപ്പോൾ ഒരു പ്ലേസിൽ ഒരു എക്സ്ട്രാ ആറ്റം വന്നു സ്ട്രോൺഷ്യം, അടുത്ത പ്ലേസ് വേക്കൻ്റ് ആണ്. ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ? സോഡിയം ക്ലോറൈഡ് നല്ല ഒരു ഡിഫക്റ്റും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണിപ്പോൾ? ഒരു എക്സ്ട്രാ ആറ്റം. ആരതവിടെ വന്ന എക്സ്ട്രാ ആറ്റം? ഏത് ആറ്റമാണ്? സ്ട്രോൺഷ്യത്തിൻ്റെ അയോണാണ് അല്ലേ?
Na+ അയോൺ എന്ന കാറ്റയോൺ ഇരിക്കേണ്ട പ്ലേസിൽ ഇപ്പം സ്ട്രോൺഷ്യം അയോൺ Sr2+ ഓക്കുപ്പൈ ചെയ്തു. ആ ഡിഫറൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഡിഫറൻസ് വന്നതുകൊണ്ട് ഒന്ന് Na+ പോസിറ്റീവ് അയോൺ ആണ്, രണ്ടാമത്തേത് 2+ ഉള്ള ഒരു കാറ്റയോൺ ആണ്. അപ്പോൾ ചാർജ് ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് ആ ക്രിസ്റ്റലിനകത്തുനിന്ന് ഒരു സോഡിയം അയോണും കൂടെ മിസ് ചെയ്തു. ഇമ്പ്യൂരിറ്റി ആണ്, കൂടെ അതിന് കൂടെ ഒരു വേക്കൻസിയും കൂടി ക്രിയേറ്റ് ചെയ്തു. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് മനസ്സിലാവാൻ ഈ പിക്ചറും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഏതോ ഒരു അയോണിക് ക്രിസ്റ്റലിൻ്റെ പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണുന്നത്. അടുത്ത പിക്ചറിൽ ആ പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ ചെറിയ ഡിഫറൻസ് കണ്ടോ? വേറൊരു കളറിലൊരു പാർട്ടിക്കിൾ, അതാണ് ഇമ്പ്യൂരിറ്റി. അപ്പം ഇങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റിയുടെ പ്രസൻസ് കൊണ്ട് ആ ക്രിസ്റ്റൽ ഡിഫക്റ്റഡ് ആയി. ഇതിനെ നമ്മൾ വിളിക്കുന്നു ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. So this defect arises due to the presence of some impurity ions. Impurity defect arises due to the presence of certain impurity ions in the place of host ions. നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ക്രിസ്റ്റലിൽ സോഡിയം അയോൺ ആണ് അവിടെ ഉണ്ടാവേണ്ടത്. ആ അയോണിൻ്റെ പ്ലേസിൽ ഇവിടെ എന്ത് വന്നു? സ്ട്രോൺഷ്യം അയോൺ വന്നു. ഈ എക്സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിൽവർ ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിൽ സിൽവർ അയോണിനെയും ക്ലോറൈഡ് അയോണിനെയും കാണാം അല്ലേ? പക്ഷെ അതിനിടയ്ക്കൊരു വേറൊരു അയോണിനെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, അവിടെ ഒരു കാഡ്മിയത്തിൻ്റെ 2+ അയോൺ നമ്മുടെ കാറ്റയോണായ Ag+ ഓക്കുപ്പൈ ചെയ്യേണ്ട പ്ലേസിൽ ഇരിക്കുകയാണ്. സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. നമ്മുടെ പോയിന്റ് ഡിഫക്റ്റിൻ്റെ മൂന്നാമത്തെ കാറ്റഗറി നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. വെൻ the defect occurs in a crystal, the ratio of cations and anions are disturbing in that crystal, it is non-stoichiometric defect. ഈ നോൺ സ്റ്റോഷിയോമെട്രി നമ്മുടെ സ്റ്റോഷിയോമെട്രി ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഇതും രണ്ട് കാറ്റഗറി ഉണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് വേഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേഷൻ ചെയ്തു, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി കാൽക്കുലേഷൻ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി. ആ ഡിഫക്ട്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു, പോയിന്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും. പക്ഷെ നമുക്ക് എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്? പോയിന്റ് ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: സ്റ്റോയിക്യോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അതിൽ ആദ്യത്തെ രണ്ട് കാറ്റഗറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തത് അടുത്ത ക്ലാസ്സിൽ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ